പ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ ഇതേക്കുറിച്ച് എഴുതിയത് കാണാം. വമിൻ തമാമിൽ മുവാസ്വലത്തിൽ മുസാഫഹ, മുസ്ലിം സഹോദരന്മാർക്കിടയിലുള്ള ഹൃദയം പങ്കുവെപ്പിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. മുസ്ലിം സഹോദരന്മാർക്കിടയിലുള്ള ഹൃദയബന്ധത്തിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്, അതിന്റെ സമ്പൂർണതയാണ് അൽ മുസാഫഹത്തു. മുസാഫഹത്ത് പരസ്പര ബന്ധത്തിന്റെ സമ്പൂർണതയാണ് മുസാഫഹത്ത്. വമിൻ തമാമിൽ വുസ്രത്തി അൽ മുസാഫഹ ഇൻദൽ മുലാഖാത്ത്, കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് ചെയ്യണം. വയുസ്തഹബു മഅൽ മുസാഫഹത്തി അൽ ബശാശത്തു ബിൽ വജ്ഹ്. കണ്ടോ, മുസാഫഹത്ത് ചെയ്യുമ്പോൾ തന്നെ നല്ല മുഖപ്രസന്നത സുന്നത്താണ്. നല്ല റാഹത്തോടുകൂടി അവനോട് സംസാരിക്കണം. കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിശുക്കി പിശുക്കി ഒരു വിരലോ രണ്ടു വിരലോ ഒക്കെ കൊടുത്താൽ തന്നെ മുഖം ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു പിടിക്കാൻ ആവൂല. മുഖം കൊടുക്കാനാവില്ല, പറ്റില്ല. മുഖം കൊടുക്കാൻ കഴിയണം, അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണം. വദ്ദുആഉ ബിൽ മഗ്ഫിറതി വഗൈരിഹാ, മഗ്ഫിറത്ത് കൊണ്ടും മറ്റുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ സുന്നത്താണ് എന്ന് പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ മുസാഫഹത്തു തസീദു ഫിൽ വുദ്ദ, ഹസ്തദാനം നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമാമു തഹിയ്യാതികുമുൽ മുസാഫഹ, നിങ്ങളുടെ അഭിവാദ്യമാണ് സലാം, പക്ഷേ അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യത്തിന്റെ പൂർത്തീകരണം അത് മുസാഫഹത്താണ്. തമാമു തഹിയ്യാതികുമുൽ മുസാഫഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുബ്ലത്തുൽ മുസ്ലിമി അഖാഹു അൽ മുസാഫഹ, ഒരു മുസ്ലിം തന്റെ സഹോദരനെ ചുംബിക്കുന്നതടക്കം മുസാഫഹത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, അറബികൾ സാധാരണ ചെയ്തു വരുന്നൊരു സ്വഭാവമാണ്, എതിർക്കപ്പെടേണ്ടതല്ല. ഹദീസിൽ വന്നിട്ടുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് സംബന്ധമായ ചർച്ചയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദരിക്കപ്പെട്ട ആളുടെ കൈ പിടിച്ച് ചുംബിക്കുക. മുസാഫത്ത് ചെയ്തതിന്റെ ശേഷം ഒരു പണ്ഡിതനോ ഒരു സയ്യിദോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, നമ്മൾ ആദരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കൈ പിടിച്ച് ചുംബിക്കുക, കുഴപ്പമില്ല. പലപ്പോഴും അറബികൾ ചെയ്യാത്തൊരു സംഗതിയാണ്. അറബികൾക്ക് അത് എന്തോ ഒരു തെറ്റുപോലെയാണ്. അവര് മുഖത്ത് മാറി മാറി ഉമ്മ വെക്കും, പക്ഷേ കൈ ചുംബിക്കുന്നത് കണ്ടാൽ അവർക്ക് ഭയങ്കര കുഴപ്പമാണ്. ഒരു വിരോധമില്ല, കൈ ചുംബിക്കാം. അതിന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് കൊടുക്കുന്നു. ഇത് ഞാൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഗൾഫ് സുഹൃത്തുക്കൾ പലപ്പോഴും സംശയമാക്കിയിട്ടുണ്ട്. അതിനൊരു മറുപടി മാത്രം പറയാൻ പറ്റുമെന്ന് ഇമാം ഗസാലി പറയുന്നു. തബറുകം ബിഹി വ തൗഖീറൻ ലഹു വലാ ബഅസ ബിഖുബ്ലതി യദിൽ മുഅല്ലമി ഫിദ്ദീൻ, ദീനിൽ ആദരിക്കപ്പെടുന്ന ആളുടെ കൈ പിടിച്ച് ചുംബിക്കുന്നതിൽ കുഴപ്പമില്ല. തബറുകം ബിഹി വ തൗഖീറൻ ലഹു, അയാളോട് തബറുക്ക് എടുക്കാനും അയാളെ ബഹുമാനിക്കുന്നതിന്റെയും ഭാഗമായിട്ട്, ആ മഹാനെ ബഹുമാനിക്കുന്നതിന്റെയും ഭാഗമായിട്ട് അയാളുടെ കൈ ചുംബിക്കാം, കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അതിന് തെളിവ് കൊടുക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബ്ബൽനാ യദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ ചുംബിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ വലിയ മഹാന്മാരുടെയൊക്കെ കൈ ചുംബിക്കുന്നത്. വിചാരിച്ച് എല്ലാവരും പിടിച്ച് ചുംബിക്കണം എന്നൊന്നുമില്ല, പ്രധാനപ്പെട്ട ആളുകളുടേത് അങ്ങനെ ചുംബിക്കാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുറേ തെളിവുകൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടെ പറയുമ്പോഴേക്കും നമ്മുടെ സമയം നഷ്ടപ്പെടും. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. തബൂക്ക് യുദ്ധത്തിൽ പിന്തിയ മഹാൻ, എന്നിട്ട് നാട് മുഴുവനും ബഹിഷ്കരണം ഏർപ്പെടുത്തി വല്ലാതെ സങ്കടപ്പാടിലായിരുന്നു ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ സ്വീകരിച്ചു എന്ന വിവരം കിട്ടിയപ്പോൾ, സംഭവം പറയുന്നില്ല, ബഹുമാനപ്പെട്ടവർ പറയുന്നില്ല, അമ്മാ നസലത്തു തൗബതി, എനിക്ക് തൗബ സ്വീകരിച്ചു എന്ന വിവരം കിട്ടിയപ്പം, എന്റെ തൗബ ഇറങ്ങിയപ്പോൾ, എനിക്ക് തൗബ സ്വീകരിച്ചപ്പോൾ, അതൈതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖബ്ബൽതു യദഹു, ഞാൻ നബി തങ്ങളുടെ അടുത്ത് ചെന്ന് സന്തോഷം കൊണ്ട് ഹബീബിന്റെ കൈ പിടിച്ചു ചുംബിച്ചു, കുഴപ്പമില്ല. ഒരഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. വന്നിട്ട് പറയുന്നു, ഇന്നി അസ്ലംതു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ മുസ്ലിമായിട്ടുണ്ട്. ഫഅരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീനാ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരുമോ നബിയെ, എന്റെ ഈമാൻ ഒന്ന് തറോ ആകാനാ, എന്റെ ഈമാൻ ഒന്നും കൂടെ, എന്റെ ഉറപ്പിങ്ങോട്ട് വർദ്ധിക്കണം. ഇപ്പൊ ഉറപ്പില്ല എന്നല്ല, ഒന്നും കൂടെ വർദ്ധിക്കാൻ, ഈമാനൊന്നിങ്ങ് തറോ ആകാൻ എനിക്ക് നബിയെ നിങ്ങളൊരു മഹാ അത്ഭുതം, ഒരു മുഅ്ജിസത്ത് കാണിച്ചു തരാമോ? നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് എന്ത് മുഅ്ജിസത്താ വേണ്ടത്?
ഇയാൾ ചൂണ്ടിക്കൊടുക്കുന്നു, നബിയെ, ആ കാണുന്ന വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരമില്ലേ, അതേ സുഹൃത്തെ, അത് നിങ്ങളുടെ അടുത്തേക്ക് നടന്നിങ്ങു വരണം, നിങ്ങളുടെ മുമ്പിൽ വന്ന് സുജൂദിലായി വീഴണം ആ മരം. സുബ്ഹാനല്ലാഹ്, ഈ സഹോദരൻ പറയുന്നത് വലിയ കാര്യമാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ വിളിക്കണ്ട, എന്റെ പ്രതിനിധിയായി നീ പൊയ്ക്കോ, എന്നിട്ട് ആ മരത്തെ തൊട്ടിട്ട് പറ, യാ ഷജറതു അജീബി റസൂലല്ലാഹ്, മരമേ, നിന്നെ അള്ളാന്റെ ഹബീബ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാളാന്ന് പറഞ്ഞു. ഈ അഅറാബി വന്ന് ഈ മരത്തിന്റെ ചുവട്ടിൽ വന്ന് മരത്തെ കൊട്ടിയിട്ട് പറയുന്നു, യാ ഷജറതു അജീബി റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതർ നിന്നെ വിളിക്കുന്നുണ്ട്, ഉത്തരം ചെയ്യണം മരമേ. ഉടനെ തന്നെ മരം വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ശരിക്കങ്ങോട്ട് ആഞ്ഞു വലിഞ്ഞു, തന്റെ വേരുകളൊക്കെ പൊട്ടിച്ചു. ആ വേര് പൊട്ടിച്ചിട്ട് ലംബമായിട്ട് മനുഷ്യൻ നടന്നു വരുന്നത് പോലെ ലംബമായിട്ട് ഇങ്ങ് നടന്നു വരുന്നു. ലംബമായിട്ട് നടന്ന് ഇങ്ങനെ വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. ജാഅത്ത് ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ഈ സംഭവമാണ് ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തായി ചിത്രീകരിക്കുന്നത്. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ബുർദയിലൂടെ നമുക്ക് അതിന്റെ ഒരു ഈരടിയായി ഇട്ടുതരുന്നത് ഈ സംഭവമാണ്. ഈ സംഭവം മാത്രമല്ല, വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ അറിയാൻ നേരത്തെ നിങ്ങളൊക്കെ അറിഞ്ഞതായിരിക്കും. നമ്മുടെ ബുർദയുടെ കാസറ്റ് 9 ദിവസം നടത്തിയ പ്രഭാഷണത്തിന്റെ കാസറ്റ് ഇറങ്ങിയിരുന്നു. അത് വാങ്ങി കേട്ടവരായിരിക്കും അധിക ആളുകളും. അതിലുണ്ട് ആ വരി വിശദീകരിക്കുന്നിടത്ത് ഞാൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് വിളിച്ചപ്പം മരങ്ങൾ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നബിന്റെ അടുത്ത് വന്നു. കണ്ടോ, ജാഅത്തിലി ദഅവതിഹി, നബിതങ്ങൾ വിളിച്ചപ്പം വന്നു. അൽ അഷ്ജാറു, മരങ്ങൾ, സാജിദതൻ, സുജൂദിലായി വീണുകിടന്നുകൊണ്ട് വന്നു. തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. എങ്ങനെയാ മരം നടക്കുന്നത്? മനുഷ്യൻ നടക്കുന്നത് പാദമുള്ളത് കൊണ്ടാ. പാദം കാണാൻ ഇരുകാലിയാണെങ്കിലും അർത്ഥത്തിൽ നാക്കാലിയാണല്ലോ മനുഷ്യൻ. കാരണം ഒരു കാല് അതിൻ്റെ നടുഭാഗം കുഴിഞ്ഞ് മേലോട്ട് തള്ളിയിട്ട് 2 ഭാഗങ്ങളാ നമ്മുടേത് ഭൂമിയിൽ തട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബാലൻസ് തെറ്റാത്തത്. നേരെ മറിച്ച് നേരെ പരന്നിട്ടാണ്, പ്ലെയിനായിട്ടാണ് അതുള്ളതെങ്കിൽ പലപ്പോഴും അടിതെറ്റി വീണുപോകും. അത് വീഴാതിരിക്കാനാണ് ആ രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചത്. അപ്പൊ ഖദമ് കൊണ്ടാ നമ്മൾ നടക്കുന്നത്, പാദം. അപ്പൊ പാദമില്ലാതെ നേരെ തണ്ടങ്കാലില്, കാൽ തണ്ടില് നടന്നിങ്ങനെ ഇങ്ങ് വന്നു ആ വൃക്ഷം. ഒന്നുമില്ല, പാദമില്ല, നേരെ ഒരു സാക്കൊരു മരത്തടി. ആ തടിയിൽ നടന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്ന മരങ്ങൾ നബിതങ്ങളെ മദ്ഹീദതാ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് വിശദീകരിച്ചതാ. അള്ളാഹു, ഞാൻ ആ ബൈത്ത് ചൊല്ലിയത് എന്തിനാ? അള്ളാഹു നമ്മൾ അതിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തെരുമാറാവട്ടെ. ആമീൻ. ആ ഒരു ദുആ നടത്താൻ വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഈ അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഈ മരം നടന്നിങ്ങ് വന്നു. മുമ്പിൽ വന്നങ്ങ് വീണപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഹസ്ബി ഹസ്ബി യാ റസൂലല്ലാഹ്, മതി നബിയെ, മതി, എനിക്ക് മതി, എമ്പാടും മതി, ഇനി എന്റെ ഈമാനിന് ഒരു ഇളക്കവും തട്ടില്ല. അത്രയും വലിയ അത്ഭുതമാണ് ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്നത്. ഇനി അവിടെ നിൽക്കട്ടെ, എനിക്ക് ആവശ്യം ഈ മരം അതവിടെ തന്നെ പോയി നിന്നോട്ടെ. മരം തിരിച്ചതേ സ്ഥലത്ത് പോയി നിലയുറപ്പിച്ചു, പൂർവസ്ഥിതിയിൽ നിലയുറപ്പിച്ചു. ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു ചോദ്യം, അസ്ജുദു ലക യാ റസൂലല്ലാഹ്, അസ്ജുദു ലക യാ റസൂലല്ലാഹ്, നബിയേ, നിങ്ങൾ എന്റെ ഹൃത്തടാകത്തിൽ കയറിപ്പോയി,